ചൊല്ലിയാലും ചൊല്ലുന്നതിന്റെ ഒക്കെ ഫലം മയ്യിത്തിന് കിട്ടുന്നതാണ്. സുഹൃത്തുക്കളെ, വിവരമുള്ള ഒരാളും മയ്യിത്തിന്റെ പേരിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ ചോദ്യം ചെയ്യൂല കേട്ടോ. എങ്ങനെ ചോദ്യം ചെയ്യാനാണ്? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മരിച്ചുപോയവർക്ക് വേണ്ടി അവരെ പേരിൽ ഹജ്ജ് ചെയ്യാൻ പറഞ്ഞില്ലേ, നോമ്പെടുക്കാൻ പറഞ്ഞില്ലേ? അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരുടെ പേരിൽ ഉദ്ഹിയ്യത്ത് അറുത്തില്ലേ? അതൊക്കെ ബുഖാരിയിൽ തന്നെ ഹദീസ് ഉള്ളതല്ലേ? അപ്പൊ മരിച്ചവരുടെ പേരിൽ അതാ ഒന്നും ചെയ്തുകൂടാ എന്ന് പറയുന്നത് അത് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച സുന്നത്തിനോടുള്ള അക്രമമാണ് കേട്ടോ. അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യയെ ആക്രമിക്കുന്നത് വലിയ തെറ്റാണ് കേട്ടോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ആരെയാണ്? ഖൈറുക്കും, നിങ്ങളിൽ ഉത്തമന്മാർ എന്റെ നൂറ്റാണ്ടിലുള്ളവരാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അവരോട് തൊട്ടടുത്ത നൂറ്റാണ്ടിലുള്ളവരാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അവരോട് തൊട്ട നൂറ്റാണ്ടിലുള്ളവരാണ്. ആ 3 നൂറ്റാണ്ടിൽ ലോകത്തൊരൊറ്റ പള്ളിയിലും ഓ സഹോദരന്മാരെ അറബിയിലല്ലാത്ത ഒരു ഖുതുബ നടന്നിട്ടില്ല കേട്ടോ. എന്നല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ തൊട്ട 3 നൂറ്റാണ്ടില് മാത്രമല്ല, ഹിജ്റ 1300 വരെ ലോകത്ത് ഒരു പള്ളിയിലും അറബിയിലല്ലാതെ ഒരു ജുമാ ഖുതുബ നടന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഉറുദുവിലോ ജുമയുടെ ഖുതുബ നിർവഹിക്കുന്നവര് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ വല്ലാതെ ആക്രമിച്ചവരാണ് കേട്ടോ. റസൂലുള്ളാഹിന്റെ ചര്യ ഏത് ഭാഷയിലാണോ ഖുതുബ ഓതിയത് അതേ ഭാഷയിൽ ജുമാ നിസ്കരിക്കലാണ്. ജുമാ നിസ്കരിച്ച ഭാഷയിൽ ഖുതുബ ഓതലാണ്. അതേ ഭാഷയിൽ ബാങ്ക് വിളിക്കലാണ്. അതേ ഭാഷയിൽ ദിക്റും സലാത്തുമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ ആക്രമിക്കുന്ന ആളുകൾ, അവരുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടിട്ട് ആഖിറത്തിലെത്തിയിട്ട് കൈകടിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹുൽ മുഹദ്ദബിൽ അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതുന്ന പള്ളിയിലെ ജുമാ ബാത്തിലാണ്, ആ ജുമാ സഹീഹല്ല എന്ന് പറഞ്ഞതിന് ശേഷം അതിന് തെളിവായി സഹീഹുൽ ബുഖാരിയിലെ ഹദീസ് ഉദ്ധരിച്ചു, സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതാണോ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയത് അതുപോലെ നിസ്കരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വകാന യഖ്തുബു ബിൽ അറബിയ്യ, അറബി ഭാഷയിൽ ഖുതുബ ഓതി അറബിയിലാണ് റസൂലുള്ളാഹി ജുമാ നിസ്കരിച്ചത്. അതുകൊണ്ട് അങ്ങനെയല്ലാതെ ജുമാ നിസ്കരിക്കുന്നത് കൊണ്ട് നിസ്കാരം ബാത്തിലാണെന്ന് ഇമാം നവവി, ഈ പാവപ്പെട്ട ഞാൻ ജനിക്കുന്നതിന്റെ 800ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് അവിടുത്തെ ശറഹുൽ മുഹദ്ദബ് അടക്കമുള്ള കിതാബുകളിൽ രേഖപ്പെടുത്തുകയാണ്. സർവ പണ്ഡിതന്മാരും രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. അതാ തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്നൊരു കൂട്ടര് കണ്ടാൽ അവര് തലപ്പാവ് ധരിക്കുന്നവരാണ്. അപ്പോൾ അവർ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തെടുക്കുന്നവരാണ് എന്ന് നമുക്ക് തോന്നും. കാരണം തലപ്പാവ് ധരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു സുന്നത്താണ്, സംശയമില്ല. മുസ്ലിമുള്ള ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂല് തലയെക്കെട്ട് കെട്ടിയിരുന്നു. ആ തലയെക്കെട്ട് ഒതുവെടുക്കുന്ന സമയത്ത് അല്പം പൊക്കിയതിന് ശേഷം ഫർളിന്റെ ഭാഗം തലയിൽ നിന്ന് തടകിയിട്ട് ബാക്കി തലപ്പാവിന്റെ മേലെ തടകി പൂർത്തിയാക്കുകയായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി. സുഹൃത്തുക്കളെ, നിങ്ങൾ ശരിക്കാലോചിക്കണേ. ജുമാ നിസ്കരിക്കുമ്പോഴും ഖുതുബ ഓതുമ്പോൾ പോലും തലപ്പാവ് ധരിക്കാത്തവരില്ലേ? നിക്കാഹ് നടത്തുമ്പോൾ തലപ്പാവ് ധരിക്കാത്തവരില്ലേ? ഖിയാദാ മരണം വരെ പോരാ, ഖിയാമത്ത് നാൾ വരെ പിന്തുടരേണ്ടുന്ന ഒരു സന്താന പരമ്പരയ്ക്ക് തുടക്കം കുറിക്കേണ്ടുന്ന കർമ്മമല്ലേ നിക്കാഹ്? ആ നിക്കാഹിന്റെ വാചകം പറഞ്ഞു കൊടുക്കുന്ന വ്യക്തി അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനോട് അക്രമം ചെയ്തവനാകുമ്പോ അദ്ദേഹം ആ വാചകം പറഞ്ഞു തരുന്നത് ഇഷ്ടപ്പെടാൻ കഴിയോ?
സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ wuduവെടുക്കുമ്പോൾ പോലും തലപ്പാവ് ധരിച്ചിരുന്നു എന്നത് മുസ്ലിമിന് ഹദീസാണ്. അപ്പൊ തലപ്പാവ് ധരിക്കൽ ഒരു വലിയ പുണ്യകർമ്മവും ഒരു റസൂലുള്ളാഹിന്റെ സുന്നത്തുമാണ്. എന്നാൽ ആ സുന്നത്ത് എടുക്കുന്നവരാണ് തബ്ലീഗ് ജമാഅത്തുകാര്. അപ്പൊ ചിലർക്ക് തോന്നും അവർ സുന്നത്തൊക്കെ എടുക്കുന്നവരാണെന്ന്. അതേ, ഞാൻ പറയട്ടെ, തലശ്ശേരി ടൗണില് സ്റ്റേഡിയം പള്ളി എന്നൊരു പള്ളിയുണ്ട്. ആ പള്ളി നടത്തുന്നത് തബ്ലീഗ് ജമാഅത്തുകാരാണ്. അവിടെ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ ആക്രമിച്ചുകൊണ്ട് മലയാളത്തിലുള്ള ഖുതുബയും അവിടെ പങ്കെടുക്കുന്ന ആയിരങ്ങളെ ജുമുഅ ബാത്തിലാക്കുകയുമാണ്. അതുകൊണ്ട് തബ്ലീഗ് ജമാഅത്ത് സുന്നി ആശയമാണെന്ന് ഒരാണോ പെണ്ണോ തെറ്റിദ്ധരിച്ചിട്ട് ഖിയാമത്ത് നാളിൽ വരുമ്പോ ഞങ്ങൾ വഅദിന് പോയി ഇങ്ങനെ ഇരുന്ന് കൊടുത്തിരുന്നു, ഞങ്ങൾക്ക് വീട്ടിൽ പല പണിയും ഉണ്ടായിരുന്നു, കച്ചവടമുണ്ടായിരുന്നു, തൊഴിലുണ്ടായിരുന്നു, ക്ഷീണമുണ്ടായിരുന്നു, എന്റെ പേരോട് ഉസ്താദ് അതൊന്നും പറഞ്ഞു തന്നിട്ടില്ല എന്ന് പടച്ചവന്റെ കോടതിയിൽ വെച്ച് പറയണ്ട. അതുകൊണ്ട് ഞാൻ എന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി പറയുകയാണ്. തബ്ലീഗ് ജമാഅത്തും അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യക്കെതിരാണ് കേട്ടോ. ഇനിയും 100 പറയാനുണ്ട്. ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനോടുള്ള ഏറ്റവും വലിയ അക്രമം ആ സുന്നത്തിനെ തകിടം മറിക്കലാണ്. ആ സുന്നത്തിന് വിരുദ്ധമായി ചെയ്യല് മാത്രമല്ല, ആ സുന്നത്തിനെ തകിടം മറിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ റസൂലുള്ളാഹിന്റെ ചര്യയിൽ നിന്ന് മാറ്റിക്കളയലാണ്. അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ഭാഷ ഇബാദത്തിന് മാറ്റിയിട്ടും, അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ്റാണ്ട് 3 നൂറ്റാണ്ട് അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ? ആ 3 നൂറ്റാണ്ടിലാണ് സഹാബികള്, ആ 3 നൂറ്റാണ്ടിലാണ് 4 മദ്ഹബിന്റെ ഇമാമിങ്ങള്, ആ 3 നൂറ്റാണ്ടിലാണ് വലിയ വലിയ ഇമാമിങ്ങളും മഹാന്മാരും ഇമാം ബുഖാരി റളിയല്ലാഹുവിന്റെ ഉസ്താദുമാരൊക്കെ ജീവിച്ചത്. ആ 3 നൂറ്റാണ്ടിലാണ്. ആ 3 നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാർ അവര് പഠിപ്പിച്ചതിന് വിരുദ്ധമായി ഏത് പ്രവൃത്തി പറയുന്നവനും ചെയ്യുന്നവനും, അതേ അതിന് പ്രചോദനം നൽകുന്നവനും അള്ളാന്റെ റസൂലിന്റെ ചര്യയെ ആക്രമിക്കുന്നവനാണ് കേട്ടോ. അതാ സുന്നത്ത് കൈയൊഴിക്കുന്നത് തന്നെ അക്രമം. ആ സുന്നത്തിനെ അട്ടിമറിക്കുന്ന കൈ, അതാ അക്രമം പറയണോ. ഇവിടെ ഞാൻ എന്റെ ഉമ്മമാരോട് ഒരു കാര്യം കൂടി പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ് റസൂലുള്ളാഹിന്റെ സുന്നത്ത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈറ്. സഹീഹായ ഹദീസ് അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്നു, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈറ്, വീട്ടിൽ വെച്ച് നിസ്കരിച്ചാലാണ് പ്രതിഫലം എന്ന് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ അതിന് നേരെ വിപരീതമായി അതാ വീടല്ല ഖൈറ് പള്ളിയാണെന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിനെ ആക്രമിച്ചവൻ തന്നെ. അവന് റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടൂല കേട്ടോ, അവിടുത്തെ കയ്യിൽ നിന്ന് വെള്ളം കിട്ടൂല കേട്ടോ. അതുകൊണ്ട് ഉമ്മമാരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് മുറുകെ പിടിക്കണം. അത് റസൂലുള്ളാഹിന്റെ സുന്നത്താണ് അവിടുന്ന് നടപ്പാക്കിയത്. അതാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഫമാ അലിംതു മിൻഹുന്ന ഇംറഅതൻ ഖറജത് ഇലാ ശുഹൂദി ജുമുഅത്തിൻ വലാ ഇലാ ജമാഅത്തിൻ ഗൈരിഹാ ഫീ ലൈലിൻ വലാ നഹാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിമാർ, ഭാര്യമാർ, നബി തങ്ങളുടെ പെൺകുട്ടികൾ ആരും ഒരു ജുമുഅക്കും ഒരു ജമാഅത്തിനും പള്ളിയിലേക്ക് പുറപ്പെട്ടു പോയതായി ഞാൻ കാണുന്നില്ല. ശാഫിഈ ഇമാം റളിയല്ലാഹു പറഞ്ഞു, വലൗ കാന ലഹുന്ന ഫീ ദാലിക ഫദ്ലുൻ, എന്തെങ്കിലും ഒരു പുണ്യം പള്ളിയിൽ പോയി ജമാഅത്ത് നിസ്കരിക്കുന്നതിനുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യാൻ ഭാര്യമാരോട് പറയുമായിരുന്നു, പെൺകുട്ടികളോട് പറയുമായിരുന്നു, സഹാബത്ത് അതിനുവേണ്ടി കൽപ്പിക്കുമായിരുന്നു. അതുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഒരു പുണ്യവും പള്ളിയിൽ പോയി ചെയ്യുന്നതിനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വബയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, അവർക്ക് നിസ്കരിക്കാൻ അവിടെ വീടാണ് ഖൈർ എന്നാണ്. വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ, സ്ത്രീകൾ വീട്ടിൽ വെച്ച് നിസ്കരിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യയാണ്. അതല്ല എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ ദീനിനെ അട്ടിമറിക്കലാണ്. അതുകൊണ്ട് തന്നെ സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം. അതാണ് ഈ ഇമാം ബൂസരി തങ്ങളുടെ ഈ വാചകം വിശദീകരിക്കുമ്പോ അവൽ ഖാദി ഫി ശിഫാഇ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ.
തമസ്സകൂ ബിഹാ വഅദ്ദൂ അലൈഹാ ബിന്നവാജിദ് വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഒരു വഅദ് പറഞ്ഞപ്പോൾ ആ വഅദ് കേട്ട സഹാബത്ത് നബി തങ്ങളോടങ്ങ് പറഞ്ഞു, നബിയെ, ഇന്നത്തെ വഅദ് വല്ലാത്ത വഅദാണല്ലോ, പലരും കരഞ്ഞു പോയല്ലോ. തങ്ങളൊരു യാത്ര പറയുന്ന നിലക്കുള്ള സംസാരമാണല്ലോ, ഞങ്ങളെ മനസ്സ് പിടച്ചു പോയല്ലോ. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഉസീക്കും ബിത്തഖ്വല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് ഭക്തി പ്രകടിപ്പിച്ച് തഖ്വയോടെ ജീവിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വസിയ്യത്ത് പറയുകയാണ്. വസ്സമ്മി വത്വാഅ, നിങ്ങൾ ഭരണാധികാരികളെ അനുസരിക്കണമെന്നും ഞാൻ വസിയ്യത്ത് പറയുകയാണ്. നിങ്ങൾ തീവ്രവാദികളാകരുത്, ഭീകരവാദികളാകരുത്, വർഗീയവാദികളാകരുത്. വൈങ്കാന അബ്ദൻ ഹബശിയാ, ഭരണം നടത്തുന്ന വ്യക്തി അബ്സീനിയക്കാരനായ അടിമയായാലും നിങ്ങൾ ഭരണാധികാരിയെ അംഗീകരിക്കണേ, പണ്ഡിതന്മാരെ അനുസരിക്കണേ. ഫഇന്നഹു മൻ യഅ്ശ് മിൻകും ബഅദീ ഫസയറ ഇഖ്തിലാഫൻ കസീറാ, നിങ്ങൾ എന്റെ കാലശേഷം പിന്നെയും ജീവിക്കുന്നുവെങ്കിൽ പല ഭിന്നാഭിപ്രായങ്ങളും നിങ്ങൾ കാണും. ഫഅലൈക്കും ബിസുന്നതി, അപ്പോൾ എന്റെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കണേ. അവിടുത്തെ ചര്യയാ ഞാൻ പറഞ്ഞത്. മരണപ്പെട്ടവരെ സ്നേഹിക്കുമ്പോൾ അവരെ പേരിൽ ഭക്ഷണം കൊടുക്കുക, അവരെ മദ്ഹുകൾ പറയുക, അവരെ പുകഴ്ത്തി പറയുക, പുകഴ്ത്തി പാടുക. അതുപോലെ അവിടുത്തെ ചര്യയാണ് പുരുഷന്മാര് തലപ്പാവ് ധരിക്കുക, അതേ പ്രത്യേകിച്ചും പണ്ഡിതന്മാര് നേതാക്കൾ തലപ്പാവ് ധരിക്കുക. ഇതുപോലെ അവിടുത്തെ സുന്നത്താണ്. അതേ അറബിയിൽ തന്നെ ഖുതുബയും ബാങ്കും നിസ്കാരവും ഒക്കെ നിർവഹിക്കുക അവിടുന്ന് പഠിപ്പിച്ച സുന്നത്താണ്. അവിടുത്തെ ഭാര്യമാരെയും മക്കളെയും എല്ലാവരെയും പഠിപ്പിച്ച സുന്നത്താണ്. വീട്ടിൽ നിന്ന് സ്ത്രീകൾ നിസ്കരിക്കുക. വസുന്നത്തിൽ ഖുലഫായിർ റാഷിദീനൽ മഹ്ദിയീൻ, സന്മാർഗം പ്രാപിച്ച സച്ചരിതരായ ഖുലഫാഉർ റാഷിദീൻ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും തുടങ്ങിയ മഹാന്മാർ അവര് നടപ്പാക്കിയത് നടപ്പാക്കുക. അവരല്ലേ ജുമുഅക്ക് 2 ബാങ്ക് നടപ്പാക്കിയത്, അവരല്ലേ തറാവീഹ് 20 നടപ്പാക്കിയത്. അത് നിങ്ങൾ മുറുകെ പിടിക്കണേ. തമസ്സകൂ ബിഹാ, അത് മുറുകെ പിടിക്കണേ. വഅദ്ദൂ അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണേ. വഇയ്യാകും, നിങ്ങളെ സൂക്ഷിക്കണേ. വമുഹ്ദസാത്തിൽ ഉമൂർ, പുതിയ പരിപാടികൾ സൂക്ഷിക്കണേ. ബുർദക്ക് പകരം നാടകം, ഡാൻസ്, പുതിയ പരിപാടികൾ. പിന്നെയോ പിന്നെ പരിഹാസം, കളിയാക്കല്, ചീത്ത പറയല്, തെറി പറയല്, പുതിയ പുതിയ പരിപാടികൾ. സുബ്ഹാനല്ലാഹ്, ഇപ്പൊ എന്തെല്ലാം പുതിയ പരിപാടിയാ. വാട്സപ്പ്, ഫേസ്ബുക്ക്, അതിലൊക്കെ നല്ലത് ചെയ്താൽ കുഴപ്പമില്ല, നല്ലത് ചെയ്താൽ നല്ല തന്നെ. അതിന് പകരം പ്രേമം, അതിനുവേണ്ടി സോഷ്യൽ മാധ്യമങ്ങൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങൾ ഉപയോഗിക്കും. വികാരങ്ങൾ ഇളക്കിവിടുന്ന ഗാനങ്ങൾ ഉണ്ടാക്കുന്നു. അതുപോലെ മനുഷ്യനെ തെറ്റായതിലേക്ക് നയിക്കുന്ന വേദികൾ ഉണ്ടാകുന്നു. തെറ്റുകൾ പലതും സംഭവിക്കുന്നു. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, അറബിയിൽ ഖുത്ബ മലയാളമാക്കിയാൽ അത് പുതിയതാണ്. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ ചെയ്തിട്ടില്ല, സഹാബത്ത് ചെയ്തിട്ടില്ല. തറാവീഹ് 20 ഉള്ളത് എട്ടാക്കിയാൽ അത് പുതിയതാണ്, അത് അനാചാരമാണ്. വകുല്ല ബിദ്അത്തിൻ ളലാല, അത്തരം അനാചാരങ്ങൾ മുഴുവനും പിഴവാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വമൻ ഇബ്തദഅ ബിദ്അത്തൻ ളലാലതൻ, വല്ലവനും പിഴച്ച അനാചാരമാക്കി ഉണ്ടാക്കിയാൽ ലാ യർദാഹു അല്ലാഹു വറസൂലുഹു, അല്ലാഹുവും റസൂലും അത് തൃപ്തിപ്പെടുന്നില്ല. കാരണം റസൂലുള്ള പഠിപ്പിച്ചതിനെതിരാണ്. അള്ളാന്റെ റസൂല് പഠിപ്പിച്ച സ്ത്രീകളോട് വീട്ടിൽ നിന്ന് നിസ്കരിക്കാനാണ്.
അതിന് പകരം പള്ളിയിൽ പോണോന്ന് പറഞ്ഞാല് കാന അലൈഹി മിനൽ ഇസ്മി, അത് പറഞ്ഞവൻ അതിന്റെ തെറ്റുണ്ട്. പോരാ മിസ്ല ആസാമിൻ അമില ബിഹാ ലാ യൻഖുസു മിൻ ഔസാരിഹിം ശൈആ. ആ ആശയം കൊണ്ടുവന്നവൻ പറഞ്ഞതനുസരിച്ച് ആരൊക്കെ പുതിയ ആശയത്തിൽ പെട്ടുപോയോ അവരുടെ ഒക്കെ തെറ്റ് ആ ആശയം കൊണ്ടുവന്നവനുണ്ട്. സുഹൃത്തുക്കളെ, പിന്തുടരേണ്ടത് ആദ്യത്തെ 3 നൂറ്റാണ്ടിലെ ജനങ്ങളെയാണ് എന്ന് പറഞ്ഞിട്ട് നബിതങ്ങൾ പറയുന്നു ഖാല ഇമ്രാൻ ഫമാ അദ്രി ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഅദ ഖൗലിഹി മർറത്തൈനി ഔ സലാസൻ, 2 or 3 തവണ എന്നോടടുത്തവർ എന്ന് 2 തവണയോ 3 തവണയോ പറഞ്ഞിട്ട് തങ്ങൾ പറയാണ് ثم يكون من سكون بعدهم قوم يشهدون ولا يستشهدون. ബുഖാരിയിലെ ഹദീസാണ്. പിന്നീട് ചില ജനങ്ങൾ വരും, ആദ്യത്തെ 3 നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷം ചില ജനങ്ങൾ വരും. യസ്ഹദൂന, അവർ സാക്ഷി പറയാൻ വരും. വലാ യുസ്തശൂദൂൻ, അവരാരും സാക്ഷിക്ക് വിളിച്ചിട്ടില്ല. അവർ സാക്ഷി പറയാൻ വരികയാണ്. ഇസ്ലാം ഇങ്ങനെയാണ് എന്ന് അവർ പറയാണ്. അവരെ വാസ്തവത്തിൽ അത് പറയാൻ വിളിച്ചിട്ടില്ല. മഹാന്മാര് നടന്ന പോലെ നടന്നാ മതിയായിരുന്നു. വയഖൂലൂൻ, ആവശ്യമില്ലാതെ സാക്ഷി പറയാൻ വരികയാണ്. വയഖൂലൂൻ, അവര് ജനങ്ങളെ ചതിക്കുകയാണ്. വലാ യുത്തമനൂൻ, അവരെ വിശ്വസിക്കപ്പെടാൻ പറ്റുന്നില്ല. വയന്നുറൂൻ, അവര് നേർച്ചയാക്കുകയാണ്. വലായഫൂൻ, നേർച്ച അവര് വീട്ടുന്നില്ല. വയൽഹറു ഫീഹിം അസ്സിമനു, അവരിൽ അതാ കൊഴുപ്പും കൊളസ്ട്രോളുമൊക്കെ അതാ വെളിച്ചത്ത് വന്നിരിക്കുകയാണ്. വല്ലാത്തൊരു ഹദീസാണത്. സുബ്ഹാനല്ലാഹ്, ഏകദേശം കൊളസ്ട്രോളാ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പിൽക്കാലത്ത് കുറെ ആളുകൾ വരും, അവർ സാക്ഷിക്ക് പറയാണ്ട് തന്നെ സാക്ഷി പറയാൻ നടക്കും. പിന്നെയോ അവർ ചതിക്കും. സുബ്ഹാനല്ലാഹ്, നേതാവിനെ ചതിക്കുന്ന അനുയായികൾ. ഒരാളെ ടെലിഫോൺ ചെയ്യുക, എന്നിട്ട് അയാളോട് നല്ല ലോകിയത്ത് സംസാരിക്കുക, എന്നിട്ട് അത് പിടിച്ചെടുക്കുക, എന്നിട്ട് അപ്പുറം മുറിക്കുക ഇപ്പുറം മുറിക്കുക, എന്നിട്ട് മദ്യത്തൊന്ന് കളിപ്പ് കേൾപ്പിക്കുക. ചതിയന്മാര് ഖിയാമനാളിലുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ വയഖൂലൂന, ഈ സംസാരിക്കുന്ന സാധു മനുഷ്യൻ അയാളുണ്ടോ ഇത് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു, അതിന്റെ അപ്പുറം ഇപ്പുറമുള്ളതെന്ന് പിന്നെ കേൾപ്പിച്ചു കൊടുക്കണ അയാളും ടൈപ്പ് ചെയ്ത് വെക്കണ്ടേ? അയാൾ ഇത് ടൈപ്പ് വെച്ചിട്ടില്ലല്ലോ. അപ്പൊ ഇയാൾ ഇത് റെക്കോർഡാക്കുന്നില്ല എന്ന് ഉറപ്പുള്ള റെക്കോർഡാക്കുക, എന്നിട്ട് അതിന്റെ അപ്പുറം ഇപ്പുറം മുറിച്ചിട്ട് കേൾപ്പിച്ചിട്ട് ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കുക. ഇങ്ങനത്തെ ഒരു കൂട്ടർ വരും. യഖൂനൂന, ചതിക്കുന്നവർ വരും. വലായുത്തമനൂൽ, വിശ്വസിക്കപ്പെടാൻ പറ്റാത്തവർ വരും. സുബ്ഹാനല്ലാഹ്, പൈസ കടം കൊടുത്ത പൈസ പിന്നെ ചോദിക്കുമ്പോ ഇയാൾക്ക് ദേഷ്യം പിടിക്കാണ്. ഞാൻ എവിടെയാ പോന്ന്, ഞാനെന്താ പോന്നുണ്ടോ? കടം വാങ്ങും അങ്ങനെയൊന്നല്ലേ, വാങ്ങും കൈ കിട്ടി നോക്കുമ്പോ ഞാനെന്താ പോന്നുണ്ടോ? ഇതാ കടം വാങ്ങി അങ്ങ് അതിന്റെ ചോദ്യം. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഭർത്താവിന്റെ കൂടെ പറഞ്ഞേച്ചു കൊടുത്തു മകളെ. ഭർത്താവ് മകളെ ചതിക്കുകയാണ്, ഭർത്താവ് മകളെ പീഡിപ്പിക്കുകയാണ്. ഭർത്താവിന്റെ വീട്ടിൽ പറഞ്ഞേച്ചു കൊടുത്തു. ഭർത്താവിന്റെ ഉമ്മ ആ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയാണ്, ചതിക്കുകയാണ്. നല്ല സന്തോഷത്തിൽ അയച്ചു കൊടുത്തതാണ്. ഇപ്പൊ ഭർത്താവിന്റെ ഉമ്മ ചതിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഭർത്താവിനോട് വളരെ സ്നേഹത്തോടെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തതാണ്. ഭർത്താവ് ഇപ്പൊ ചതിക്കുകയാണ്. മകൾക്ക് ഗർഭമായി, കുട്ടിയായി. അവൻ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് ദുബായിലേക്ക് പോയി, അന്യനാട്ടിലേക്ക് പോയി. ഒരു കുട്ടിയായിട്ടാ പോയത്. ഇപ്പൊ അവൻ വിളിക്കുന്നില്ല, കത്തയക്കുന്നില്ല, ഒരു വിവരമില്ല. അവൻ പറയുന്നത് എനിക്ക് വേണ്ടെന്നാ പറയുന്നത്. ഇന്നാലില്ല, എന്തൊരു ചതിയാണിത്! എന്തൊരു ചതിയാണ് ഈ പെൺകുട്ടിയെ ചതിച്ചത്, ഈ കുടുംബത്തെ ചതിച്ചത്. ചതിയന്മാരുണ്ടാവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ചതിയന്മാരാണ്. യഖൂലൂൻ, ഏതെല്ലാം നിലക്കുള്ള ചതിയാണ് സുഹൃത്തുക്കളെ? ഭാര്യയെ ചതിക്കുന്ന ഭർത്താക്കന്മാർ. ഭർത്താവ് നല്ല ടെലിഫോൺ വാങ്ങിക്കൊടുത്തു, നല്ല ഭംഗിയുള്ള വീട് നിർമ്മിച്ചു കൊടുത്തു, നല്ല കട്ടിൽ വാങ്ങിച്ചു കൊടുത്തു. ആ ഫോണിലൂടെ അന്യപുരുഷനെ വിളിക്കുകയാണ്, അന്യപുരുഷനെ വിളിച്ചു വരുത്തുകയാണ്, ഭർത്താവിനെ ചതിക്കുകയാണ്. ചതിയന്മാരുണ്ടാകുന്ന കാലം വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ആണും പെണ്ണും ചതിക്കുകയാണ്. നേതാവിനെ ചതിക്കുന്ന അനുയായികളെ ചതിക്കുന്ന നേതാക്കന്മാര്. സുബ്ഹാനല്ലാഹ്, ഉസ്താദിനെ ചതിക്കുന്ന കുട്ടികളെ ചതിക്കുന്ന ഉസ്താദുമാര്. കുട്ടികളെ ചതിക്കുന്ന ഉസ്താദുമാര് എന്ന് പറഞ്ഞാൽ
എന്നോടായിരിക്കും വെറുപ്പിടിക്കണ്ട. ഞാൻ പണ്ട് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞ പോലെ തുള്ളൽ കലിയിൽ പലതും പറയും, ഉള്ളിലാലോക്യം വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞു. ഒരു ഉസ്താദുമാരെ മാത്രം മാറ്റി നിർത്തിയിട്ട് നമ്മളിങ്ങോട്ട് കയ്യെന്ന് വിചാരിക്കണ്ട. അതുകൊണ്ട് പറയാ, സുബ്ഹാനല്ലാഹ്, മദ്രസയിൽ ഉസ്താദായിട്ട് നിശ്ചയിച്ചു കമ്മിറ്റിക്കാര്. രാവിലെ 7 മണിക്ക് മദ്രസ തുടങ്ങുന്നു, 8:30 മണിക്ക് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നു. ആകെ 1.5 മണിക്കൂറാണ് കുട്ടികൾക്കുള്ളത്. ഉസ്താദ് തന്നെ വരുന്നത് 7:30. പിന്നെങ്ങനെ കുട്ടികൾ പഠിക്കുക? ആ കുട്ടികളെ ചതിച്ചു. കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ നേരം പോക്കി. രക്ഷിതാക്കളെ ചതിച്ചു, കമ്മിറ്റിക്കാരെ ചതിച്ചു. അപ്പൊ ഉസ്താദ് ചതിച്ചു, ചതിയന്മാര്. അതിൽ ഉസ്താദും പെട്ടു. സുഹൃത്തുക്കളെ, ശമ്പളം കൊടുക്കാന്ന് പറഞ്ഞു കമ്മിറ്റിക്കാര്. ഇനി ശമ്പളം കൊടുക്കാതിരുന്നു, അവൻ ചതി തന്നെ, അവൻ ചതിയായി പോയി. അങ്ങനെയും ചതിക്കരുത്, കമ്മിറ്റിക്കാരും ചതിക്കരുത്, ഉസ്താദ് കുട്ടികളെയും ചതിക്കരുത്. പുല്ലൂക്കർ ഉസ്താദ് ചിലപ്പോ പറയുന്നുണ്ട്, കുട്ടികളെ പൊരുത്തക്കോട് ഉസ്താദ്മാർക്ക് കിട്ടും. കുട്ടികളെ പൊരുത്തക്കേട് ഉസ്താദ്മാർക്ക് കിട്ടും. ശരിയെന്നല്ലേ? കുട്ടികളെ ഭാവി നഷ്ടപ്പെടുത്തിയാൽ ഉസ്താദ്മാർക്ക് പൊരുത്തക്കേട് കിട്ടൂലേ? കുട്ടികളെ പൊരുത്തക്കേട് ചിലപ്പോൾ ഉസ്താദ്മാർക്ക് കിട്ടും. എന്നാ ഉസ്താദിനെ ചോദിച്ച് കുട്ടികൾ പോയാലോ? ചോദിച്ചിട്ടേ പോകുന്നു, ചോദിക്കാണ്ട് വണ്ടി എടുത്തങ്ങ് പോയി. അതും ചതി തന്നെ. അപ്പൊ ചതിക്കാൻ പാടില്ല. കുട്ടികളോട് അങ്ങാടി പോയി തെരഞ്ഞു കളിക്കരുത് എന്ന് പറഞ്ഞു, വേദക്കാരാന്ന് പറഞ്ഞു പോന്നു. എന്നിട്ടോ അങ്ങാടിയിൽ ഇങ്ങനെ തെരഞ്ഞു നേരം പോക്കി. അതും ചതി തന്നെ. യഹൂരൂനെ ചതിക്കുന്ന മനുഷ്യന്മാര്, ഉസ്താദിനെ ചതിക്കുന്ന കുട്ടികൾ ചതിക്കുന്ന ഉസ്താദ്മാര്, നേതാക്കളെ ചതിക്കുന്ന അനിയാളെ ചതിക്കുന്ന നേതാക്കന്മാര്, അയൽവാസിയെ ചതിക്കുന്നവര്. എല്ലാവരും വിചാരിക്കും അയൽവാസിയായ അയാൾ അവിടെ ഉണ്ടല്ലോ, ഞാൻ ദുബായിലേക്ക് പോകുമ്പോ എന്റെ പുരയൊക്കെ ശ്രദ്ധിക്കണേ. സുബ്ഹാനല്ലാഹ്, മടങ്ങി വന്ന് നോക്കുമ്പോ പിന്നെ ഭാര്യയില്ല, ഭാര്യ മറ്റവൻ ഒരു ലോകിയ അയൽവാസിയായിട്ട്. ചതിയൻ, കടുത്ത ചതിയൻ. അയൽവാസിയെ ചതിക്കുന്നവര്, കുടുംബത്തെ ചതിക്കുന്നവര്. സുബ്ഹാനല്ലാഹ്, ഉമ്മ മരിക്കുമ്പോഴുള്ള സ്വത്ത് കുറെ പൊന്നുണ്ടായിരുന്നു. ആ പൊന്ന് മെല്ലെ പെങ്ങള് കാണാതെ, അല്ലേ ഉമ്മാക്ക് സുഖമില്ലാത്ത സമയത്ത് മെല്ലെ എടുത്ത് മാറ്റി വെക്കുന്ന ചതിയന്മാര്. എന്നിട്ട് സ്വന്തം എടുക്കുന്നവര് പച്ച ഹറാമ്. വേറൊരുത്തർക്ക് അവകാശപ്പെട്ട അവകാശം കൊടുക്കാതെ, പെങ്ങളതോ അനുജന്റതോ ജ്യേഷ്ഠന്റതോ ആരാകട്ടെ അവകാശിയുടെ അവകാശം കൊടുക്കാതെ ചതിച്ച് പൊന്നെടുക്കുന്നവര്, ചതിച്ചിട്ട് അതാ സ്വത്തെടുക്കുന്നവര്. സുബ്ഹാനല്ലാഹ്, ഉമ്മാക്ക് പ്രായമായപ്പോ, ബുദ്ധിക്ക് നല്ല റെഡിയില്ലാത്തപ്പോ, മറ്റുള്ള മക്കളൊന്നും അറിയാതെ മെല്ലെ രജിസ്ട്രാളെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് വീട്ടിൽ നിന്ന് മെല്ലെ 10 സെന്റ് സ്വന്തം പേരിൽ രജിസ്റ്ററാക്കുന്നവര്, ചിലപ്പം പുരയും പറമ്പും മെല്ലെ അതാ നോക്കിക്കൊണ്ടിരിക്കുന്നവന്റെ പേരിൽ ഉമ്മാനെ കൊണ്ട് ഒപ്പിടിച്ചിങ് വാങ്ങുന്നവര്, കടുത്ത ചതിയന്മാര്. യഹൂനൂൽ, ചതിയന്മാരുണ്ടാകുന്ന കാലമാണ്. ജേട്ടനെ ചതിക്കുന്നവര്, അനുജനെ ചതിക്കുന്നവര്, പെങ്ങളെ ചതിക്കുന്നവര്, കുടുംബത്തെ ചതിക്കുന്നവര്, യഹൂനൂൽ, ചതിയന്മാരുണ്ടാകുന്ന കാലമാണ്. കച്ചവടം ചെയ്യുന്നവര്, അതേ വാങ്ങുന്ന ആളുകളെ ചതിക്കുന്നവര്, കച്ചവടത്തിൽ എന്തെല്ലാമോ ചതി നടത്തുന്നവര്. കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരനോട് ഇന്ന ദിവസം ക്യാഷ് തരാമെന്ന് പറഞ്ഞിട്ട് സംഖ്യ കൊണ്ടക്കൊടുക്കാതെ ആ കച്ചവടക്കാരനെ ബുദ്ധിമുട്ടി ചതിക്കുന്ന സാധനം വാങ്ങുന്നവര്, അതും ചതി തന്നെ. കടം വാങ്ങിയിട്ട് കൊടുക്കാത്തതും ചതി തന്നെ. നിങ്ങൾ പറയുമ്പോ ഞാനങ്ങ് ഒഴിഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ട് ഒരു കട കച്ചവടം ചെയ്യാൻ വേണ്ടി വാങ്ങിയിട്ട് കുറച്ചു കാലം കഴിയുമ്പോ അതൊന്ന് ഒഴിഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോ അതിപ്പങ്ങനെ ഒയ്യാൻ പറ്റോ എന്ന് ചോദിക്കുന്ന ചതിയന്മാര്, അതും ചതി തന്നെ. സുഹൃത്തുക്കളെ, തൊഴിലെടുക്കാൻ വേണ്ടി വിളിച്ചിട്ട് തൊഴിലെടുത്തിട്ട് കൂലി കൊടുക്കാതെ, അതെ വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണമെന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുയായിയായിട്ട് തൊഴിലാളിയെ കൊണ്ട് തൊഴിലെടുപ്പിച്ചിട്ട് കൂലി കൊടുക്കാത്തവര്, കോൺട്രാക്ടർ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ വ്യവസ്ഥ പ്രകാരം ആ കോൺട്രാക്ടർക്ക് പണം കൊടുക്കാത്തവര്, സുബ്ഹാനല്ലാഹ്, അറിയാത്ത ചികിത്സ അറിയുമെന്ന് നടിച്ചിട്ട് അറിയാത്ത ചികിത്സ അറിയുമെന്ന് ജനങ്ങളെ ജനങ്ങൾക്കും മുമ്പിൽ പ്രകടിപ്പിച്ചിട്ട് ചികിത്സ നടത്തിയിട്ട് പണം തട്ടുന്ന ചൂഷകന്മാർ. ഔലിയാക്കളല്ല, മഹാന്മാരല്ല. കറാമത്തും ഇല്ല, ശരീഅത്തും ഇല്ല, തരീഖത്തും ഇല്ല, ഹഖീഖത്തും ഇല്ല. ഞാൻ വലിയ കറാമത്തുള്ള ആളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സ്വന്തം കറാമത്ത് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവര്, ഉണ്ടായിട്ടല്ല കേട്ടോ, ഇല്ലാത്ത കറാമത്ത് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവര്. സുബ്ഹാനല്ലാഹ്, ഇന്നാളൊരു ദിവസം ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുർ ഉസ്താദ് പറഞ്ഞു, ഒരു ചങ്ങാതി അയാളിങ്ങനെ ആളെ കൂട്ടിയിട്ട് ദിക്റിയില്ല, ദിക്റി ചൊല്ലിക്കൊണ്ടിരിക്കുമ്പം വല്ലാത്ത നല്ല മണം, പക്ഷെ വിളക്ക് എടുത്തിട്ടാ ദിക്റ്. എന്താ പരിപാടി എന്നറിയോ? നല്ല അത്തറ് കലക്കി കൊണ്ടുവന്നിട്ട് ഫാന്റെ മുളം ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഈ കാറ്റുകൊണ്ടല്ലേ നല്ല മണം. ഈ മണം കിട്ടും, ഇത് ചെയ്തിന്റെ കറാമത്ത്. ഇങ്ങനെ തട്ടിപ്പിന്റെ കറാമത്തുണ്ടാക്കുന്നവര്,
ചതിയന്മാര്, യഖൂലൂൻ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നവര്, അറിയാത്തതറിയാന്ന് പറയുന്നവര്. സുബ്ഹാനല്ലാഹ്, പാവപ്പെട്ട പെണ്ണുങ്ങൾ വന്നിട്ട് എന്റെ ഒരു സാധനം കട്ടുപോയി, ആ പോയ സാധനം എനിക്ക് കിട്ടുമെന്ന് ചോദിക്കുമ്പോ അതാ കിട്ടുമൊന്നും കിട്ടൂല എന്നൊക്കെ സ്വന്തം വകയിലേക്ക് പറയുന്നവര് ചതിയന്മാര്. അങ്ങനെ തുടങ്ങിയിട്ട് ഏതൊക്കെ മേഖലയിൽ ചതിക്കുന്നവരുണ്ടോ, ചതിന്റെ കോലം കേൾക്കണോ നിങ്ങൾക്ക്? സുബ്ഹാനല്ലാഹ്, ഒരു വലിയ അത്ഭുതം കാണിക്കുന്നതാണ് ചെറിയ കുട്ടി വലിയ അത്ഭുതം കാണിക്കുന്നത്. ഈ കുട്ടികൾ അത്ഭുതം കാണിക്കുകയാണെങ്കിൽ വളരെ ആലോചിക്കണമല്ലോ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ ചോദിച്ചു. അപ്പൊ ഇയാള് പറഞ്ഞതിനോട്, ഈ കുട്ടീന്റെ അത്ഭുതം കണ്ടു എന്ന് പറഞ്ഞ ആള്, കുട്ടീനെ കൊണ്ട് നടക്കുന്ന ആൾ എന്നോട് പറഞ്ഞു, ആ കുട്ടി കുറ്റിയാടി വന്നിരുന്നു എന്നാണ്. എന്നിട്ടോ ചോദിച്ചു, കുറ്റിയാടി വന്നിട്ട് ആ മരുന്ന് റോഡ് കൂടെ അങ്ങനെ പോയി. എന്നിട്ടോ സിറാജുലുദ്ദീന്റെ അടുത്ത് എത്തിയപ്പോ കുട്ടി പറഞ്ഞ് സിഗരറ്റ് വിൽക്കാൻ പാടില്ല, ഇത് സിറാജുലുദ്ദീയ, സിറാജുലുദ്ദീൻ സിഗരറ്റ് വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടാ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുമല്ലോ ഈ കുട്ടി വലിയ മഹാനാന്ന് എനിക്ക് തോന്നുമല്ലോ. ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു നിയമമില്ല, സിറാജുലുദ്ദീൻ സിഗരറ്റ് വിൽച്ചൂടാ, അങ്ങനെ ഉണ്ടോ? അങ്ങനില്ല. സുബ്ഹാനല്ലാഹ്. സിഗരറ്റ് വലിക്കാൻ എവിടുന്ന് വെച്ചാലും ആരോഗ്യത്തിന് കേടാണ്, സിഗരറ്റ് ഇവിടുന്ന് വെച്ചാലും അങ്ങനെ തന്നെയാണ്. എന്നല്ലാതെ ഇതെന്താ, ഇത് കോടതിയാ? ബഹുമാനിച്ച് പൊക്കിപ്പറഞ്ഞിട്ട് ആളുകളെ ചതിക്കുന്നവര് പൊക്കിപ്പറയാ. വേറൊരുത്തെ സുബ്ഹാനല്ലാഹ് എന്നോട് ഒരാൾ പറഞ്ഞു, ആദ്യെല്ലാം പറയല് പേരോട് പേരോട് വലിയ വലിയാന്നേ പറയല്, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പേരോട് ഹിദായത്ത് പോയി എന്ന് അറിയുന്നു. സുബ്ഹാനല്ലാഹ്. എന്താ സംഗതി? അങ്ങനെ പറഞ്ഞിട്ട് കൂടെ നമ്മളെ ശിഷ്യന്മാരെ തട്ടിയെടുക്കാൻ, നമ്മളെ സ്നേഹിക്കുന്നവരെ തട്ടിയെടുക്കാൻ, അങ്ങനെ എന്തെല്ലാം ചതിയന്മാരാ. അള്ളാന്റെ റസൂല് പറയുന്നു, യഖൂലൂൻ ചതിയന്മാര് വരുന്ന കാലം, അതേ വലാ യുത്തമനൂൻ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കുട്ടികളെ നന്നാക്കി എടുക്കണമെന്ന നിലക്കാണ് ഗുരുനാഥന്മാരെ ഏൽപ്പിക്കുന്നതെങ്കിൽ ആ കുട്ടികളെ ദുസ്വഭാവം പഠിപ്പിക്കുന്നവര്, കുട്ടികൾക്ക് ദുസ്വഭാവം പഠിപ്പിക്കുന്നവര് സുബ്ഹാനല്ലാഹ് ചതിയന്മാരാണ്. വയന്ദുറൂൻ നേർച്ച നേരുന്നവര്, വലായഫൂൻ നേർച്ച നല്ലതാണ്. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ, മാ അൻഫഖ്തും മിൻ നഫഖത്തിൻ ഔ നദർതും മിൻ നദിരിൻ ഫഇന്നല്ലാഹ യഅലമുഹു. നിങ്ങൾ എന്ത് നല്ല കാര്യത്തിന് ചെലവഴിച്ചാലും, നിങ്ങൾ എന്ത് നല്ല കാര്യത്തിന് നേർച്ച ചെയ്താലും അല്ലാഹ് അറിയും, അതിന്റെ ഗുണം അല്ലാഹ് തരൂ എന്ന് പറഞ്ഞില്ലേ? ഇന്ന് നേരം വെളുത്തതിന് ശേഷം ഇന്ന് ചൊവ്വാഴ്ചയാണല്ലോ, എത്രയോ ജനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഇന്ന് ഉച്ചക്കുള്ളവർക്കറിയാം, ഏകദേശം പള്ളി നിറയെ ആളുകളുണ്ട്, നേർച്ച തരാൻ വന്നവരാണ്. അൽഹംദുലില്ലാഹ്, ഒരുപാട് വിഷയങ്ങൾക്ക് നേർച്ച ചെയ്തു സിറാജുൽ ഹുദയിലേക്ക്. കിട്ടി എന്ന് ഇന്ന് നേരം വെളുത്തതിന് ശേഷം നേർച്ചയുടെ ഫലങ്ങൾ ഒരുപാട് എന്നോട് എണ്ണിപ്പറഞ്ഞവരുണ്ട്, ഒരുപാട് സംഖ്യകൾ ഏൽപ്പിച്ചവരുണ്ട്, പലരും നേർച്ച ചെയ്ത് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, ഈ സ്ഥാപനത്തിന് നീ തന്ന ബറക്കത്ത് നിലനിർത്തി തരണം റഹ്മാനെ. ഞാൻ പറഞ്ഞു വന്ന് സുഹൃത്തുക്കളെ, നേർച്ച ചെയ്യുന്നു, പക്ഷേ സംഗതി കിട്ടിയാൽ പിന്നെ നേർച്ച വീട്ടുന്നില്ല. അതിനെക്കുറിച്ചും റസൂലുള്ളാഹി പറയാണ്, വയന്ദുറൂൻ വലായഫൂൻ നേർച്ച ചെയ്യുന്നു, നേർച്ച വീട്ടുന്നില്ല. അങ്ങനത്തെ കക്ഷികള്, ഇതൊക്കെ പിൽക്കാലത്തുണ്ടാകുന്ന ചില കക്ഷികളാണ്. അവരെ പറ്റി പറഞ്ഞ് അവസാനം അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, വയദ്ഹറു ഫീഹി സിമനു. ബുഖാരിയിലെ ഹദീസാണ്. വയദ്ഹറു ഫീഹി സിമനു, അവരിൽ കൊഴുപ്പ് പ്രകടമാവുകയാണ്, കൊളസ്ട്രോൾ പ്രകടമാവുകയാണ്. കാരണം തീറ്റിക്കൊരതിരും കണക്കുമില്ല. തീറ്റിയോ തീറ്റി തന്നെ, എത്രേ തിന്നുന്നത് ഇന്ന് കണക്കില്ല. അങ്ങനെ തീറ്റി തന്നെ, അങ്ങനെ എല്ലാവരും കൊളസ്ട്രോള് കൊഴുപ്പ് വെളിവാകുന്നു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹ്. അതിന്റെ പേരിൽ എത്ര ചതിയാ. സുബ്ഹാനല്ലാഹ്. ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് എത്ര ചതിയാ, ഓപ്പറേഷൻ ചെയ്യുന്ന സ്ഥലത്ത് എത്ര ചതിയാ, ഹോസ്പിറ്റലിൽ എത്ര ചതിയാ. ഒരേ രോഗം അതേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. സുബ്ഹാനല്ലാഹ്. ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കിയപ്പോ 70,000 റുപ്യന്റെ മേലെ വേണമെന്ന്. വേറൊരു ആശുപത്രിയിൽ ചെന്നപ്പോ 20,000 റുപ്യ. സംഗതി രണ്ടും ഒരേ ഓപ്പറേഷൻ തന്നെ. സുബ്ഹാനല്ലാഹ്. ആവശ്യമില്ലാത്ത ടെസ്റ്റ് എഴുതുന്ന ഡോക്ടർമാര്, ആവശ്യമില്ലാത്ത സ്കാനിങ്ങിന് എഴുതുന്ന ഡോക്ടർമാര്,
എല്ലാ ഡോക്ടർമാരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അത് നേരത്തെ ഞാൻ ഉസ്താദുമാരെ കുറിച്ച് പറഞ്ഞില്ലേ, എല്ലാ ഉസ്താദുമാരും അങ്ങനെ ഏറക്കി വരുന്നവരല്ലല്ലോ. 7 മണിക്ക് മുമ്പ് തന്നെ വരുന്ന ഒരുപാട് ഉസ്താദുമാരുണ്ടാവൂലേ? അതുപോലെ ഡോക്ടർമാരുടെ കൂട്ടത്തിലും വളരെ ശ്രദ്ധിച്ച് നീങ്ങുന്ന ഡോക്ടർമാരുണ്ടാകും. അത് വക്കീലന്മാരുടെ കൂട്ടത്തിലും വളരെ സത്യസന്ധമായി കൈകാര്യം ചെയ്യുന്നവരുണ്ടാകും. അത് ഏത് പാർട്ടിക്കാരിലുണ്ടാവും, നേതാക്കന്മാരിലുണ്ടാവും. അതേസമയത്ത് അവനവന്റെ പാർട്ടി വിജയിക്കണം, എനിക്ക് വോട്ട് കിട്ടണം, എനിക്ക് വിജയിക്കണം, അതുപോലെ തന്നെ എന്റെ കാര്യം നേടണം. മുസ്ലിമീങ്ങൾ ഇവിടെ എന്തായാലും തിരക്കേടില്ല, രാജ്യത്തുള്ള ജനങ്ങൾ തമ്മിലടിച്ചാലും തിരക്കേടില്ല, ജനങ്ങൾക്കിടയിൽ വർഗീയത വളർന്നാലും തിരക്കേടില്ല, മനുഷ്യന്മാര് പരസ്പരം തമ്മിലടിച്ച് ഇന്ത്യ രാജ്യം തകർന്നാലും തിരക്കേടില്ല, ഞങ്ങൾക്ക് വോട്ട് കിട്ടി ഭരണത്തിലെത്തണം എന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരില്ലേ, അതും ചതിയന്മാര് തന്നെ. നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭദ്രത, സമൂഹത്തിന്റെ ഭദ്രത, ഇവിടെയുള്ള സമാധാനം, ഇവിടെയുള്ള സന്തോഷം, എല്ലാ മതക്കാർക്കുമിടയിലുള്ള സൗഹാർദ്ദം, സഹകരണം, സ്നേഹം, സഹിഷ്ണുത, അതൊന്നും വകവെക്കാതെ അധികാരം മാത്രം ഉദ്ദേശിച്ച് നീങ്ങുന്ന നേതാക്കന്മാരില്ലേ, അതും ചതി തന്നെയാണ് കേട്ടോ. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ലോകം മുഴുക്കെയും ചതി കൊണ്ട് നിറഞ്ഞു പോയൊരു കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിൽ പറഞ്ഞില്ലേ, ഇദാ ദുയ്യത്തിൽ അമാനത്തു ഫന്തളിരി സഅ, ഖിയാമത്ത് കാത്തുനിന്നു. വിശ്വസിക്കാൻ പറ്റാത്ത കാലം വരുമ്പോ ഖിയാമത്ത് കാത്തുനിന്നു. അപ്പൊ സുഹൃത്തുക്കളെ, സർവസ്ഥലങ്ങളിലും ചതി വരികയാണ്. വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിക്കണം. പല നിലക്കുണ്ട്. സിമനു എന്ന് പറഞ്ഞത് പല വ്യാഖ്യാനങ്ങളും പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സുബ്ഹാനല്ലാഹ്, യാതൊരു വിവരവും ഇല്ലാത്തവന്, ഒരു വിവരവും ഇല്ലാത്തവന് വലിയ ആലിമിന്റെ വേഷം കെട്ടുക, എന്നിട്ട് വലിയൊരു സാലും വലിയൊരു ഉപ്പായോ കെട്ടിട്ട് ഞാൻ വലിയ സാഹിദാണ്, വലിയ ഷെയ്ഖാണെന്ന് വരുത്തി തീർക്കുക. അത് വേറൊന്നാണ്. അങ്ങനെയുണ്ട്. അതുപോലെ സുഹൃത്തുക്കളെ, നന്നായി പണം വർദ്ധിക്കുക, അങ്ങനെയും അതിന് അതിന് പണ്ഡിതന്മാരിൽ പലരും തഫ്സീർ പറഞ്ഞവരുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പണ്ഡിതന്മാര് പല നിലക്കും അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. തടി കൊഴുത്താൽ ഇബാദത്ത് ചെയ്യാനാവൂല, തടി കൊഴുത്താൽ പ്രവർത്തിക്കാനാവൂല. അവിടെ ഒരുപാട് പറയാനുള്ളൊരു രംഗമാണ് സുഹൃത്തുക്കളെ. ഈ പണം കൊഴുപ്പിക്കലും തടി കൊഴുപ്പിക്കലും അതിന്റെ പേരിലല്ലേ ഏകദേശ ചതികളും നടക്കുന്നത്. വിദേശത്ത് സൂപ്പർ മാർക്കറ്റിൽ നിന്നിട്ട് മുതലാളിന്റെ പണം തട്ടുന്ന തൊഴിലാളിമാർ, അല്ലെങ്കിൽ വേറെ കടകളിൽ നിന്നിട്ട് തൊഴിലാളികൾ മുതലാളിമാരെ തട്ടിയെടുക്കുന്നു. കൂടെ നിർത്തിയ തൊഴിലാളിക്ക് പൈസ കൊടുക്കാതെ, ശമ്പളം കൊടുക്കാതെ മുതലാളി തൊഴിലാളി ഇതേത് തട്ടിയെടുക്കുന്നു. എന്താ കാരണം? കൊഴുപ്പുണ്ടാക്കാൻ, പണത്തിന്റെ കൊഴുപ്പുണ്ടാക്കാൻ, ശരീരത്തിന്റെ കൊഴുപ്പുണ്ടാക്കാൻ, ഭംഗിയുടെ കൊഴുപ്പുണ്ടാക്കാൻ. എന്റെ ഉമ്മമാരെ, സ്ത്രീകളോട് പ്രത്യേകം പറയാനുണ്ട്. ഒരു ഭർത്താവിന്റെ കഴിവും പ്രാപ്തിയും നോക്കാതെ, അനുജത്തിന്റെ പുരയിൽ ഇന്ന മെഷീനുണ്ട്, ഇന്ന ഫ്രിഡ്ജുണ്ട്, ഇന്ന കമ്പനീന്റേതുണ്ട്, ഇന്നതുണ്ട്, അയൽവാസിന്റെ പുരക്ക് അങ്ങനുണ്ട്, ഇങ്ങനുണ്ട്, അവരെ പുരയിൽ അതാ അടുക്കള 4 എണ്ണുണ്ട്. അതെ, ഇങ്ങനെ പറഞ്ഞിട്ട് ഭർത്താവിനെ ശല്യപ്പെടുത്തുന്ന ഉമ്മമാരില്ലേ, ഭാര്യമാരില്ലേ, കൊഴുപ്പ് മതിയാകുന്നില്ല, കിട്ടിയതൊന്നും മതിയാകുന്നില്ല. എത്ര ഉണ്ടായിട്ട് പിന്നെയും പലിശക്ക് കൊടുക്കുന്നവരില്ലേ, പലിശക്ക് കടം വാങ്ങിയിട്ട് കച്ചവടം ചെയ്യുന്നവരില്ലേ, എത്ര കച്ചവടം ഉണ്ടായിട്ടും മതിയാകുന്നില്ല. ഇങ്ങനെ ദുന്യാവിൽ ലയിച്ചുകൊണ്ട് ജീവിക്കുന്നൊരു കാലം. ഒരാൾ നല്ല തടിയും കൊഴുപ്പുള്ളതുകൊണ്ട് അയാൾ മോശക്കാരനാണെന്നാരും പറഞ്ഞേക്കരുതേ. ചിലപ്പോ തിന്നാതെയും തടിച്ചൂന്ന് വരും. അത് ഓരോരുത്തരുടെ ശാരീരിക പ്രകൃതികളിൽ. ചിലര് കുടുംബത്തിന്റെ തടി അയാൾക്കും വന്നു വരും, ചിലപ്പോ ഒന്നും തിന്നിട്ടുണ്ടാവില്ല. ചിലര് തിന്നിട്ട് തടിക്കുന്നവരുണ്ടാകും. എന്ന് മാത്രമല്ല, ആവശ്യത്തിന് തിന്നാതിരുന്നാലും മോശമാണ്. അത് ബുറുദബൈത്തിന്റെ ആദ്യ ഭാഗം പറയുമ്പോൾ ഞാൻ പാറക്കടവിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് പറയട്ടെ, ഒരാൾക്കൊരു രോഗമുള്ളതുകൊണ്ട് അയാൾ മോശക്കാരനാണെന്ന് വിധിക്കരുതേ. കൊളസ്ട്രോൾ ഉള്ളതുകൊണ്ടോ, ഷുഗർ ഉള്ളതുകൊണ്ടോ, മറ്റെന്തെങ്കിലും രോഗമുള്ളതുകൊണ്ടോ അയാൾ മോശക്കാരനാണെന്ന് വിധിക്കരുതേ. പറഞ്ഞതിന്റെ അർത്ഥം, കൊഴുപ്പുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്ന രീതി ശരിയല്ല.
ഇന്ന് ലോകത്ത് മുഴുക്കേയും പഴയകാലം പോലെയല്ല. ഏകദേശം ആളുകൾക്കും കൊളസ്ട്രോള്, ഏകദേശം ആളുകൾക്കും അതാ ഷുഗർ, ഏകദേശം ആളുകൾക്കും പല രോഗങ്ങള്. അതിന്റെ അടിസ്ഥാനപരമായൊരു കാരണം തീറ്റ വർദ്ധിച്ചതാണ്, കൊഴുപ്പുള്ള ഭക്ഷണം കൂടിയതാണ്, പഞ്ചസാരയുള്ള ഭക്ഷണം വർദ്ധിച്ചതാണ്, അതിന്റെ പുറമെ അധ്വാനം കുറഞ്ഞതാണ്. എല്ലാം യന്ത്രങ്ങളാ വർക്ക് ചെയ്യുന്നത്. അതേ, വെള്ളം കോരാനൊരു പെണ്ണുമില്ല, അരക്കാനൊരു പെണ്ണുമില്ല, ഇടിക്കാനൊരു പെണ്ണുമില്ല, കുത്താനൊരു പെണ്ണുമില്ല. കൊളസ്ട്രോള് കൂടിയിട്ട് സുബഹിന്റെ സമയത്ത് യുവതികൾ റോട്ടമ്മ കൂടി നടക്കുകയാണ്. വെള്ളം കോരല് നിർത്തി, അതുപോലെ തന്നെ ഇടിക്കല് നിർത്തി, അരക്കല് നിർത്തി. അതിന് പകരം അതാ രാവിലെ റോട്ടുമ്മൽ പെണ്ണുങ്ങൾ ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. കൊളസ്ട്രോള് കുറക്കാനാണ്, ഷുഗർ കുറക്കാനാണ്. ഇങ്ങനത്തെ ഒരവസ്ഥ ലോകത്ത് വന്നിട്ടില്ലേ? അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുകൊണ്ട് പറയട്ടെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഇമാം ബൂസിരി തങ്ങൾ പറയുമ്പോ രാത്രി സമയത്ത് എഴുന്നേറ്റ് അതാ നീണ്ട സമയം നിസ്കരിച്ച വിഷയം പറഞ്ഞപ്പോ ഉടനെ ഇമാം ബൂസിരി കടക്കുന്നത് എങ്ങോട്ടാണ്? അവിടുന്ന് പട്ടിണി കിടന്നതിലേക്കാണ്, വിശപ്പ് സഹിച്ചതിലേക്കാണ്, സുന്നത്ത് നോമ്പ് ധാരാളം എടുത്തതിലേക്കാണ്. അതാണ് വസദ്ദ മിൻ സവാബിൻ നസാഅ هو طوى تحت الحجارة كسحا مطرف الآدمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. വിശപ്പിനാൽ ധാരാളം സുന്നത്ത് നോമ്പെടുത്തും ഭക്ഷണം ചുരുക്കിയും ഭക്ഷണം കൈയൊഴിച്ചും വളരെ വിശന്നുകൊണ്ട് അവിടുത്തെ വയറൊട്ടിപ്പോയി. ആ വയറ്റിന് കല്ല് വെച്ച് കെട്ടിയിട്ട് ആ മൃദുലമായ തോലിന്, മൃദുലമായ ചർമ്മത്തിന് വയറ്റിനതാ കല്ല് വെച്ച് കെട്ടിയിരിക്കുന്നു. ആ കല്ല് കല്ലിന്റെ മേലെ വയറ് ചുരുണ്ട് നിൽക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ജീതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമൻ. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു ദിവസം ഞാൻ റസൂലുള്ളാഹിന്റെ സമീപത്ത് ചെന്നു. ഫവജത്തുഹു ജാലിസൻ മഅ അസ്ഹാബിഹി യുഹദ്ദിസുഹും. അവിടുത്തെ സഹാബികളോട് ഇരുന്ന് സംസാരിക്കുകയാണ് നബി തങ്ങള്. വഖദ് അസ്സബ ബത്നഹു ബിസാബ. ഒരു തുണി കൊണ്ട് അവിടുത്തെ വയറിങ്ങനെ മുറുക്കി കെട്ടിയിട്ടുണ്ട്. അവര് പറഞ്ഞു, മിനൽ ജൂ, വിശന്നിട്ടാണ്, വിശപ്പിനാൽ വയറ് മുറുക്കി കെട്ടിയിരിക്കുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി അങ്ങനെ ജീവിക്കുകയാണ്. സുഹൃത്തുക്കളെ, അത് തന്നെയാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മഹാനായ ഇമാം ബുഖാരി ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു, ഖന്തഖ് യുദ്ധം നടക്കുന്നു. ശത്രുക്കളെല്ലാം ഒറ്റ മുന്നണിയായി മുസ്ലിമീങ്ങളെ മുഴുവനും നശിപ്പിക്കാൻ വരികയാണ്. അവരെ നേരിടാൻ ആ നാട്ടിന്റെ, രാജ്യത്തിന്റെ അതിരിൽ ഒരു വലിയ കിടങ്ങ് കീറലേ നിർവാഹമുള്ളൂ. അങ്ങനെ കിടങ്ങ് കീറാൻ ഇറങ്ങിയിരിക്കുകയാണ് സഹാബത്ത്. നബിതങ്ങളും അധ്വാനിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കിടങ്ങ് കീറുമ്പോൾ ഒരു സ്ഥലത്തൊരു വലിയ പാറയങ്ങ് പ്രത്യക്ഷപ്പെട്ടു. ആര് മുട്ടിയിട്ടും പാറ പൊട്ടുന്നില്ല. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോയി സങ്കടം പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, ഞാനിറങ്ങി പൊട്ടിക്കാം. അതാണ് നേതാവ് കേട്ടോ, അതാ നേതാവ്. ഓ, നമുക്ക് എന്തേ ഒരു ബെഞ്ചം കെട്ടെടുത്ത് വെച്ചൂടെ, ഒരു മേശ പിടിച്ചൂടെ, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റിക്കൂടെ? അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാൻ പാടില്ല. എത്ര വലിയ നേതാവായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വം, അവിടുന്ന് വികാസ് എടുത്ത് കൊത്താൻ ഇറങ്ങാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ ഇറങ്ങുമെന്ന് പറയുന്നു. നബി തങ്ങൾ അതാ വന്നിരിക്കുന്നു. സുമ്മ ഖാമ സല്ലല്ലാഹു അലൈഹി വസല്ലം,
വബത്നുഹു മഅസൂബിൻ ബിഹജർ, അവിടുത്തെ വയറ്റിന് കല്ല് വെച്ച് കെട്ടിയത് കാണുകയാണ്. 3 ദിവസമായി ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല. സഹാബത്ത് പറയാണ്, 3 ദിവസമായി. സുഹൃത്തുക്കളെ, നമ്മളൊരു 10:30 മണിക്ക് വഅദങ്ങ് നിർത്താന്ന് തോന്നിയാ തന്നെ ഒരു 2 മണിക്കൂർ ക്ഷമിച്ചിരിക്കാൻ കഴിയുന്നുണ്ടോ നമ്മക്ക്? സുബ്ഹാനല്ലാഹ്. 3 ദിവസം ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, ഒരേ പ്രവൃത്തിയാണ്. ഫഅഖദൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅവല, നബി തങ്ങളതാ ബിക്കാസങ്ങ് കയ്യില് വാങ്ങി, അല്ലെങ്കിൽ അതാ മുട്ടിങ്ങ കയ്യിലേക്ക് വാങ്ങി. ആ ബിക്കാസ് വാങ്ങിന്റെ ഫളറബ, ഒരൊറ്റ ഇടി നബി തങ്ങളങ്ങിടിച്ചു. അതേ, നബി തങ്ങൾ മുട്ടിയപ്പോ ഇടിച്ചപ്പോ 1-2 ഇടിക്ക് അതാ പാറിപ്പോയി, തീപ്പരി പാറിപ്പോയി. പിന്നീട് ഒരിടിക്കതങ്ങ് പൊട്ടിപ്പോയി എന്ന് ചില റിപ്പോർട്ടിൽ കാണാം. ഏതായാലും പിളർന്നുപോയി, പൊടിപൊടിയായി പോയി. നബി തങ്ങളോട് ഞാൻ പറഞ്ഞു, ഞാനൊന്ന് വീട്ടിൽ പോയിക്കോട്ടെ നബിയെ. ഞാനെന്തിനാ വീട്ടിൽ പോകുന്നത്? നബി തങ്ങളുടെ വിശപ്പ് കണ്ടിട്ടാണ്, കല്ല് വെച്ച് കെട്ടിയത് കണ്ടിട്ടാണ്. സുഹൃത്തുക്കളെ, നമ്മൾ പട്ടിണി കടന്നിട്ടുണ്ടോ? പട്ടിണി അറിഞ്ഞിട്ടുണ്ടോ? രാത്രിയിൽ എഴുന്നേറ്റ് നീണ്ട നിസ്കാരം നിസ്കരിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി, ഈ ബിക്കാസ് എടുത്ത് കൊത്തിയിട്ടുള്ള മുഹമ്മദുർ റസൂലുള്ളാഹി, ഒന്നിനും നമ്മൾ തയ്യാറില്ല. സ്വർഗം നമുക്ക് കിട്ടണം, ആ നേതാവിന്റെ കൂടെ സ്വർഗത്തിലെത്തണം. അങ്ങനെ പറ്റുമോ? അധ്വാനിക്കാൻ തയ്യാറാകണം ദീനിന്, നിസ്കരിക്കണം, ഫർളും സുന്നത്തും വേണം, വിശപ്പ് സഹിക്കാൻ തയ്യാറാകണം. സുബ്ഹാനല്ലാഹ്. ഒരു നല്ല ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ജോലി രാജിവെക്കുന്നവരില്ലേ? സേവനം നിർത്തുന്നവരില്ലേ? ഓ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുടരെ നോമ്പെടുത്തവരാണ്, അതുപോലെ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിച്ചവരാണ്. സ്വർഗത്തിലെ ഉന്നതമായ പദവി വേണ്ടവർക്ക് 4 കാര്യം പറഞ്ഞില്ലേ? 1 മൃദുലമായ സംസാരം, മറ്റൊന്ന് ഭക്ഷണം കൊടുക്കലാണ്, മറ്റൊന്ന് തുടരെ നോമ്പെടുക്കലാണ്, രാത്രിയിൽ ജനങ്ങൾ ഉറങ്ങുമ്പോൾ നിസ്കരിക്കലാണ്. ഈ 4 കാര്യങ്ങളും നബിതങ്ങളെ ജീവിതത്തിലുണ്ട് കേട്ടോ. അതോടുകൂടെ അധ്വാനമാണ്, വിശപ്പ് സഹിക്കുകയാണ്, വിക്കാസ് എടുത്ത് കൊത്തുകയാണ്, കിടങ്ങി കീറുകയാണ്. അവിടുത്തെ അവസ്ഥ കണ്ട ജാബിർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോകാൻ അനുമതി ചോദിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പോയി ചെന്നിട്ട് ഭാര്യയോട് ചോദിക്കുന്നു, വല്ലതും ഇവിടെ ഉണ്ടോ? എനിക്ക് കണ്ട് സഹിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ കണ്ട് എനിക്ക് സഹിക്കുന്നില്ല. ഭാര്യ പറയുന്നു, ഒരൽപ്പം ഗോതമ്പുണ്ട്, ഒരു ചെറിയ ആട്ടിൻകുട്ടിയുണ്ട്, ആട്ടിൻകുട്ടിയെ ഞാൻ അറുക്കുന്നു. അതേ, എന്റെ ഭാര്യ ഗോതമ്പ് പൊടിക്കുന്നു. അതേ, മാംസവും പൊടിയുമൊക്കെ ആക്കി പൊടി കുഴക്കുന്നു. മാംസം ചട്ടിയിലിട്ട് അതാ കല്ലിന്റെ മേലെ, അടുപ്പിന്റെ മേലെ വെക്കുന്നു. അതിങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരെ ഇലാ ഹദറത്ത് റസൂലില്ലാഹി. എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് ഈ സംഭവം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആക്കുത്തരമുള്ള മജ്ലിസാക്കട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് ചെന്നിട്ട് ഞാൻ പറയുന്നു, നബിയേ, ഒരു ചെറിയ ഭക്ഷണമുണ്ട് നബിയേ. ഫഖും അൻത യാ റസൂലല്ലാഹ് വറജുലുൻ ഔ റജുലാൻ. ഒരാളോ 2 ആളോ തങ്ങളെ കൂടെ വന്നാ കുഴപ്പമില്ല, തങ്ങളൊന്ന് വരണം നബിയേ. നബി തങ്ങൾ ചോദിച്ചു, എത്ര ഉണ്ട്? ഞാൻ പറഞ്ഞു, കുറച്ച്. ഒരു ചെറിയ 1 ലിറ്റർ വരുന്ന ഗോതമ്പ്, അതുപോലെ ഒരു ചെറിയ ആട്, അതിന്റെ ഭക്ഷണമാണ്. നബി തങ്ങൾ പറഞ്ഞു, കസീറുൻ തയ്യിബുൻ, അത് ധാരാളമാണ്, നല്ല ഭക്ഷണമാണ്. അവളോട് പറയോ, ലാ തൻസിൽ ബുർമത, അടുപ്പിന്റെ മേലെ നിന്നിറക്കണ്ട. അതുപോലെ തന്നെ അടുപ്പിന്റെ മേലെ പത്തിരി ചുടാനുള്ള കല്ലുമിറക്കണ്ട. ഞാനങ്ങ് വരുന്നുണ്ട്.
നബിതങ്ങൾ അതാ ഉറക്ക വിളിച്ചു പറയുന്നു, ഖൂമൂ, എഴുന്നേറ്റോളൂ, എല്ലാരും എഴുന്നേറ്റോളൂ. ഫഖാമൽ മുഹാജിറൂന വൽ അൻസാർ, മക്കാ നിവാസികളും മദീന നിവാസികളും അടങ്ങുന്ന സഹാബികൾ 1000-ഓളം ആളുണ്ട് ഖന്തക്കിൽ. എല്ലാരും എഴുന്നേൽക്കുകയാണ്. നേരെ ഞാൻ എന്റെ ഭാര്യയുടെ സമീപത്തേക്ക് യമൻ വയ്യക്കി. നാശമെന്ന് അതിന്റെ നേരെ അർത്ഥം. പക്ഷേ സങ്കടം കൊണ്ട് പറഞ്ഞതാ, വല്ലാത്ത സങ്കടമായി പോയി. ജാൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മുഹാജിരീന വൽ അൻസാരി വമഅഹും, റസൂലുള്ള വരുന്നുണ്ട്, 1000-ഓളം ആളുണ്ട് കൂടെ. സുബ്ഹാനല്ലാഹ്. ആ ഭാര്യന്റെ ഒരു ഈമാൻ നോക്കണേ. ഖാലത്ത് ഹൽ സഅലക, റസൂലുള്ളാഹിനെ പറ്റി സഹാബിയത്തായ വനിതന്റെ ഈമാൻ നോക്കുമ്പോമാരെ, ഹൽ സഅലക, തങ്ങൾ നിങ്ങളോട് ചോദിച്ചിരുന്നോ, എന്താ ഉള്ളത് ചോദിച്ചിരുന്നോ, എന്താ ഉള്ളത് എന്ന് ചോദിച്ചിരുന്നോ? കൊൽത്തുന, ഞാൻ പറഞ്ഞു ചോദിച്ചിട്ടുണ്ട്. അപ്പോ ഭാര്യക്ക് സമാധാനം, തങ്ങൾ അറിഞ്ഞുകൊണ്ടല്ലേ വരുന്നത്, പേടിക്കാനില്ല. അതിനുള്ള വകുപ്പൊക്കെ അള്ളാന്റെ റസൂലിന്റെ അടുത്തുണ്ടാകും, അത് നമ്മൾ ഭയപ്പെടേണ്ടതില്ല. സുഹൃത്തുക്കളെ, അമ്പിയാക്കൾ വിചാരിക്കും മോചിതത്തുണ്ടാവില്ല, ഔലിയാക്കൾ വിചാരിക്കുമ്പോൾ കറാമത്തുണ്ടാവില്ല എന്നാ പുത്തംവാദികൾ പറയല്. എന്നാൽ ഈ ഉമ്മാക്കറിയാ അള്ളാന്റെ റസൂൽ വിചാരിച്ചാൽ മോചിതത്തുണ്ടാകും. ആ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമാണ് സഹാബിയത്തായ പെണ്ണിന്, ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യക്ക്. ആ മഹദി പറയുന്ന, എന്നാ ഭയപ്പെടേണ്ടതില്ല. നബിതങ്ങൾ പറയും, നിങ്ങൾ കടന്നോളൂ, തിരക്ക് കൂട്ടണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പത്തിരി മുറിച്ചിട്ട് കൊടുക്കുകയാണ്. അതിലതാ മാംസവും കൂട്ടുകയാണ്. അതിനു മുമ്പ് ആ ചട്ടിയുടെ സമീപത്തും അതുപോലെ ചുട്ടെടുക്കുന്ന ഗോതമ്പപ്പൊടിയുടെ സമീപത്തും ചെന്ന് അവിടുത്തെ സറഫാക്കപ്പെട്ട ഉമിനീരൊരൽപ്പം അതിൽ ചേർക്കുന്നു. ഫബസഖ ഫീഹി വബാറക, അവിടുത്തെ സറഫാക്കപ്പെട്ട ഉമിനീര് ചേർക്കുന്നു. ആ ഉമിനീര് സുഹൃത്തുക്കളെ നമ്മളെ ഉമിനീര് പോലെ ഉള്ളതല്ല കേട്ടോ, രോഗാണുക്കൾ ഉള്ളതല്ല കേട്ടോ, അത് ഔഷധമാണ് കേട്ടോ. ആ ഉമിനീര് തൊട്ട് പുരട്ടിയപ്പോ അലി റളിയല്ലാഹു അൻഹുവിന്റെ ചെങ്കണ്ണ് രോഗം മാറിയില്ലേ? ആ ഉമിനീര് പുരട്ടിയപ്പോ അതാ മുറിഞ്ഞു ഒലിച്ചു പോയ ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിന്റെ മുറിയുണങ്ങിയില്ലേ? അതിന് കാഴ്ച കിട്ടിയില്ലേ? ഇപ്പുറത്തെ കണ്ണിന് ചെങ്കണ്ണ് വന്നാലും അവിടുത്തെ ഉമിനീര് തൊട്ട കണ്ണിന് പിന്നെ ചെങ്കണ്ണ് രോഗം ബാധിക്കാറില്ല. ആ ബഹുമാനപ്പെട്ട ഉമിനീര് ചേർക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മളൊക്കെ മരുന്നിൽ തേന ചേർക്കാറില്ലേ? തേനെന്ന് പറയുന്നത് ഈച്ചയുടെ വയറ്റിന്ന് വരുന്നതല്ലേ? ഈച്ചയുടെ വയറ്റിന്ന് വരുന്നതല്ലേ? ഈച്ച തുപ്പിയതല്ലേ? അതിന് വലിയ ഔഷധ വീര്യമല്ലേ? അത് മരുന്നല്ലേ? അല്ലാഹു തആല ഈച്ചയുടെ തേനീച്ചയുടെ വായിൽ നിന്ന് വയറ്റിൽ നിന്ന് വരുന്നതിന് തന്നെ ഔഷധ വീര്യം കൊടുത്തെങ്കിൽ ആകാശഭൂമികളെ മുഴുവനും സൃഷ്ടിക്കപ്പെടാൻ കാരണക്കാരനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വായിൽ നിന്ന് വരുന്ന ഉമിനീരിന് അല്ലാഹു കൊടുക്കുന്ന ബറക്കത്ത് എത്രയാണ്, മഹത്വം എത്രയാണ്! അത് നബിതങ്ങൾ ചേർത്തുകൊണ്ട് വിതരണം ചെയ്യാൻ തുടങ്ങുന്നു. നബിതങ്ങൾ സഹാബത്തിനടുത്തോട്ടേക്ക് വിളിക്കുന്നു. പത്തിരി ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നു. ഈ ചട്ടിയിൽ നിന്ന് മാംസം ഇങ്ങനെ വിളമ്പുന്നു. 1000-ഓളം ആളുകൾ മുഴുവനും ഭക്ഷണം കഴിച്ചിട്ടും ഭക്ഷണം ബാക്കിയാണ് കേട്ടോ. അവിടുന്ന് പറഞ്ഞു, കുലി ഹാദാ, ഇത് നീ കഴിച്ചോ പെണ്ണേ. ജനങ്ങൾ വല്ലാതെ വിശന്നിട്ടുണ്ട്, ഇനിയുള്ളത് നീ മറ്റുള്ളവർക്ക് കൊടുത്തയച്ചോ പെണ്ണേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണം കൊടുക്കൽ വലിയ സന്തോഷമാണ് കേട്ടോ. ഞാൻ തുടക്കത്തിലും പറഞ്ഞില്ലേ, ഭക്ഷണം കൊടുക്കുക അത് വല്ലാത്ത സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അയ്യുൽ ഇസ്ലാമി ഖൈർ, ഇസ്ലാമിൽ ഖൈറായ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോ തുതഇമുത്തആം, ഭക്ഷണം കൊടുക്കലാണ്. അതുപോലെ തന്നെ നിനക്ക് പരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും സലാം പറയലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ബുഖാരിയിൽ കാണാം. അപ്പൊ അവിടുന്ന് വയറ്റിന് കല്ല് വെച്ച് കെട്ടിയിട്ട് അധ്വാനിച്ചു, പ്രയാസങ്ങൾ അനുഭവിച്ചു. സുഖലോലുപനായി ഇവിടെ രാജകീയ പദവിയിൽ ഇരുന്ന് സുഖലോലുപനായി ജീവിച്ചതല്ല ഇത്. അതാ നബിതങ്ങൾക്കൊന്നും കിട്ടാഞ്ഞിട്ടാന്നൊരു ധാരണ നിങ്ങൾക്ക് വേണ്ട.
കിട്ടാഞ്ഞാ പിന്നെന്താ ചെയ്യാന്ന് ധാരണ വേണ്ട. ആ ധാരണയെ തിരുത്തുന്ന പദ്യമാണ് ബുർദയിലെ അടുത്ത പദ്യം. വറാവദതുൽ ജിബാലു സുമ്മു മിൻ ദഹബീബ് അൻനഫ്സിഹി ഫാറാ അയ്യാമാ സമമി വഅകദത് സുഹദഹു ഫിഹാ ضرورته إن الضرورة لا تعدو على اللصبيب وكيف تدعو إلى دنيا ضرورة من لولاه لم تخرج دنيا من الآدم. ഈ മൂന്ന് പദ്യങ്ങൾ ഇൻഷാ അല്ലാഹ് നാളെ സംസാരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവേ ഞങ്ങളുടെ മജ്ലിസ് നീ ദുആക്ക് ഉത്തരമുള്ള മജ്ലിസാക്കണേ റഹ്മാനേ. ഞങ്ങളുടെ ഈ ബുർദ ബൈത്ത് ആദ്യം മുതൽ അവസാനം വരെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ നീ പൊരുത്തപ്പെടുന്ന നിലക്ക് ജനങ്ങൾക്ക് ആവശ്യമുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന നിലക്ക് പറഞ്ഞു തീർക്കാൻ നീ ആരോഗ്യം തരണം റഹ്മാനേ. അതിന് സൗകര്യം തരണം റഹ്മാനേ. ഈ സദസ്സ് സംഘടിപ്പിക്കുന്നതിന് അധ്വാനിച്ചവരും ഇവിടെ വന്നവരും വരുന്നവരും ഞങ്ങളുടെ ബുർദയുടെ സദസ്സുകൾ പല സ്ഥലത്തും സംഘടിപ്പിച്ചവരും ഇനി സംഘടിപ്പിക്കുന്നവരും ഞങ്ങൾക്കെല്ലാവർക്കും നീ സർവ്വ ഖൈറും ചൊരിക്കണേ റഹ്മാനേ. ഞങ്ങളിൽ മരിച്ചുപോയ മുഴുവൻ ആളുകളെ ഖബറിലും നീ സന്തോഷം നൽകണം റഹ്മാനേ. ചൊല്ലിയാലും ചൊല്ലുന്നതിന്റെ ഒക്കെ ഫലം